ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്ലാന്റ് കെയർ വീഡിയോ ആയിട്ടാണ്. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേണാണ് പ്ലാന്റ് എന്ന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കെയറിങ്ങും ഇതിൻ്റെ ബാക്കിയുള്ള ഇതെല്ലാം എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ സ്വഭാവ രീതികളെല്ലാം എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കളക്ഷൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വെറൈറ്റികളൊക്കെയാണ് ഇവിടെ ഞങ്ങൾക്ക് ഗാർഡനിലുള്ള കുറച്ച് ഫേൺസ് വെറൈറ്റികൾ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കെയറിങ്ങും പോട്ടിംഗ് മിക്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫേൺസിന് മെയിനായിട്ട് നല്ല നനവുള്ള, നല്ല എയർ പാസേജൊക്കെ, നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതലും ചകിരിച്ചോറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലപോലെ നനവ് നിർത്താനൊക്കെ സാധിക്കും. പിന്നെ കമ്പോസ്റ്റിനായിട്ട് കുറച്ച് ചാണകപ്പൊടി അങ്ങനെ ഇടാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എയർ പാസേജ് വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പുകളൊക്കെ വേണം. അപ്പോൾ അതിന് കുറച്ച് കരിയില എടുക്കുന്നുണ്ട്. കരിയില എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു പോട്ടിംഗ് മിക്സ് ആയിരിക്കും. ഫേണിന് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സാണിത്. അപ്പോൾ മണ്ണ് കൂടുതൽ യൂസ് ചെയ്യണമെന്നില്ല. ഇനി മണ്ണ് ഇടണമെന്നുള്ളവർക്ക് ഇടാം. അല്ലെങ്കിൽ ഇതേപോലെ ഈ 3 ചേരുവകൾ, അതായത് നമ്മുടെ ചാണകപ്പൊടി, പിന്നെ ചകിരിച്ചോറ്, കുറച്ച് കരിയില, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഇതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതായത് വെള്ളം നിൽക്കാനും എല്ലാത്തിനും ഇതായിരിക്കും ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ് ഇതിന്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കരിയിലയൊക്കെ എല്ലാം കുറച്ച് പൊടിഞ്ഞ കരിയില ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിയൊരു പോട്ട് സെലക്ട് ചെയ്യണം ഇതിന്. അപ്പോൾ പോട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് അധികം നീളമുള്ള പോട്ട് വേണമെന്നില്ല. അതായത് നമുക്ക് ഇതിനധികം വേര് താഴത്തേക്ക് ഇറങ്ങാത്ത ടൈപ്പ് പ്ലാന്റാണ് ഫേൺ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മുകളിലൊരു 1.5 ഇഞ്ച് ആ ഒരു റേഞ്ചിൽ അതിൻ്റെ വേര് പോകുള്ളൂ. അപ്പോൾ കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ പരന്ന പോട്ടാണെങ്കിൽ പെട്ടെന്ന് അത് സ്പ്രെഡ് ചെയ്ത് കവർ ചെയ്ത് പിടിച്ചോളും ഫേൺ അടിയിലോട്ട്. നമ്മൾ നീളം എത്ര കൂട്ടിയിട്ടും ഇതിന് കാര്യമില്ല, അത് വെറുതെയാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഒരു മിഡ് റേഞ്ച് പൊക്കത്തിലുള്ള ഒരു പോട്ട് എടുക്കാം. അതിൻ്റെ ഉള്ളിൽ ഇത് നമ്മുടെ പോട്ട് മിക്സൊക്കെ നല്ല കറക്റ്റായിട്ട് അളവിൽ ഇതാക്കുക. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് റീപോട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു 1.5 വയസ്സ് പ്രായമായിട്ടുള്ളൊരു ഫേൺ ഉണ്ട് എൻ്റെ കയ്യിൽ. അതിനെ ഞാൻ ഇതിലോട്ട് വെക്കുന്നത്, നമുക്ക് പുതിയൊരു ചട്ടിയിലോട്ട് മാറ്റുന്നതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചത് നേരെ അതിൽ ഫില്ല് ചെയ്തെടുക്കുക. ഒരു ഹാഫ് ഭാഗം അതിൻ്റെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഞാൻ.
അപ്പോൾ ഇനി നമ്മുടെ മെയിൻ പ്ലാന്റ് എടുത്ത് പതിയെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് ഇളക്കി പതിയെ പ്ലാന്റിനൊരു കേടുപാട് പറ്റാത്ത രീതിക്ക് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതൊരു 1.5 വയസ്സ് പ്രായമുള്ള പ്ലാന്റാണിത്. ഇത് ഫുള്ള് നിറഞ്ഞേക്കണേണ്. അപ്പോൾ നമുക്കത് ഇനിയൊരു കുറച്ചുകൂടെ അതിന് ഇത്തിരി വലിപ്പമുള്ളൊരു പോട്ടിലോട്ട് മാറ്റണം. അപ്പോൾ സൈഡിലൊക്കെ നോക്കിയാൽ കാണാം, നല്ലപോലെ തിങ്ങി നിൽക്കുന്നത് കാണാം. അപ്പോൾ പതിയെ ജസ്റ്റ് പൊക്കി കഴിയുമ്പോഴത്തേനും പോരും. അപ്പോൾ നമുക്കത് ഈ സൈഡിൽ കാണുന്ന പോലെ മണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല എയർ പാസേജൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് ലൂസായിട്ടുള്ള സോയിലാണ്. അപ്പോൾ വേരുകൾ കാണുമ്പോൾ തന്നെ അറിയാം, വേരുകളും അധികം താഴത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ആകെ ഒരു 1-1.5 ഇഞ്ച് താഴത്തേക്ക് മാത്രമേ വേരുകൾ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കൂടുതലും മുകൾ വശത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് നിൽക്കുകയാണ് വേരുകൾ. അപ്പോൾ നമുക്ക് പുതിയ പ്ലാന്റ്സ്, അതായത് ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ നമുക്ക് സൈഡിൽ നിന്ന് ആ വേരിൽ നിന്ന് പതിയെ ഇല പൊട്ടിപ്പോകാത്ത രീതിക്ക് വേരോട് കൂടി തന്നെ അടർത്തിയെടുത്ത് നമുക്ക് പുതിയ ഒരു പ്ലാന്റാക്കി യൂസ് ചെയ്യാം. പുതിയ പ്ലാന്റായിട്ട് അത് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ അവസാനം. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ പ്ലാന്റ്സ് ഇതിൻ്റെ അകത്ത് നിന്ന് ഇളക്കി മാറ്റാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന് കാണിക്കാൻ വേണ്ടി ഇളക്കിയതാണ്. ഇപ്പോൾ റീപോർട്ട് ചെയ്യാനായിട്ട് ഇത് മൊത്തം ഇട്ടു. അപ്പോൾ ചെറിയ പ്ലാന്റ്സ് കുറച്ച് വേറെ ഇരിപ്പുണ്ട്, അത് വെച്ച് ഞാൻ അതിൻ്റെ പ്ലാന്റിങ്ങും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് നേരെ ഇതിൻ്റെ റീപോർട്ടിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇത് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പോട്ടിലേക്ക് ഞാൻ ഇറക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ സൈഡിലും കൂടെ ഒരിത്തിരി മണ്ണ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ബാക്കിയൊക്കെ കറക്റ്റാണ് ലെവൽ. ഇനി കുറച്ച് സൈഡിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി, സൈഡിൽ ഗ്യാപ്പ് ഉണ്ട് കുറച്ച്. അപ്പോൾ കുറച്ച് കരിയിലേക്കായിട്ട് മിക്സ് ചെയ്ത ആ സോയിൽ പോട്ടിംഗ് മിക്സ് നമുക്ക് സൈഡിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിന് വെള്ളം നനച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ വെള്ളം നനക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്താണല്ലോ, അപ്പോൾ സോയിൽ മൊത്തം ഒന്ന് നനഞ്ഞ് കിട്ടണം. അപ്പോൾ ഫുള്ളായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം, മൊത്തം ഒന്ന് നനയുന്ന രീതിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. പിന്നെ നമുക്ക് വാട്ടറിങ് എല്ലാ ദിവസവും ചെയ്യണം നല്ലതാണ്, അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ചെയ്യാം. കൂടുതൽ ഫാനിന് വെള്ളം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, അതിൻ്റെ വെള്ളം ഫുള്ള് ഡ്രെയിനായിട്ട് ഇലയൊക്കെ ഒരു വെളുത്ത കളറിൽ ഒരു നരച്ച് പോണ രീതിക്ക് ഒരു നരച്ച കളറായിട്ട് വരും, പച്ച കളർ മാറി. അപ്പോൾ ഇലകളിങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വെള്ളമില്ലാത്ത പോലെ ഇങ്ങനെ ഒരു കരിയില ടൈപ്പായി വരും ഇലകൾ. അപ്പോൾ അങ്ങനെയൊന്നും ആക്കാതെ സൂക്ഷിക്കുക. ഇനി ആയിക്കഴിഞ്ഞാലും ഉടനെ തന്നെ വെള്ളം ഒഴിക്കുക, എന്നിട്ട് വെള്ളം നല്ലപോലെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഹ്യൂമിഡിറ്റി നല്ലപോലെ വേണ്ട പ്ലാന്റാണ് ഫേൺസ്. ഇനി അടുത്ത പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ചെറിയ പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതാണ്, പുതിയ പ്ലാന്റ് ആക്കിയിട്ട്. അതായത് നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് അടർത്തിയെടുത്ത് അതെങ്ങനെ പുതുതായിട്ട് യൂസ് ചെയ്യുക, അതായത് പുതിയൊരു പ്ലാന്റായിട്ട് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ മദർ പ്ലാന്റിൽ നിന്ന് വേര് പൊട്ടാതെ, അതായത് വേരിൽ നിന്ന് അതിൻ്റെ തണ്ട് പൊട്ടാതെ അടർത്തിയെടുത്ത ഒരു 5-6 പീസ് നമുക്കൊരു ചട്ടിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നേരത്തെ യൂസ് ചെയ്ത സെയിം പോട്ട് മിക്സ് തന്നെ ഇപ്പോഴും യൂസ് ചെയ്യുകയാണ് ഞാൻ, കരിയിലേക്ക് ഇട്ട ആ സെയിം പോട്ട് മിക്സ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഓരോ ചെറിയ തൈകളും നമുക്ക് ഇതിലേക്ക് നട്ട് കൊടുക്കുക. അപ്പോൾ നട്ട് കൊടുക്കുമ്പോൾ വേര് മാത്രം ജസ്റ്റ് ഒന്ന് കുഴിച്ചിടാം, അധികം താഴ്ത്തണ്ട, കാരണം ഇത് അധികം വേരുകൾ അടിയിലോട്ട് പോകില്ല. അപ്പോൾ കൂടുതൽ താഴ്ത്തിയാൽ നമുക്ക് വേര് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടുള്ളൂ. അതായത് ഈ വേര് മുകളിലോടി നടക്കുമ്പോൾ ആ വേരിൽ നിന്നാണ് അടുത്തടുത്ത പുതിയ പ്ലാന്റുകൾ പൊട്ടിക്കിളിക്കുന്നത്. അപ്പോൾ അധികം താഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ട്, ജസ്റ്റ് ഒന്ന് മുകളിലൊരു 1 ഇഞ്ച് ആഴത്തിൽ ജസ്റ്റ് ആ വേരൊന്ന് കുഴിച്ചിട്ടാൽ മതി. വേറെ കൂടുതലായിട്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷനിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു മെയിൻ പോയിൻ്റായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ലൊക്കേഷനാണ്, അതായത് നമ്മൾ വെക്കേണ്ട സ്ഥലം. അപ്പോൾ കൂടുതൽ വെയിൽ കിട്ടാത്ത രീതിക്ക്, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത രീതിക്ക് വെളിച്ചം വരുന്ന ഒരു ആംബിയൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ വേണം നമുക്ക് ഇതിനൊന്ന് ലൊക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും മരത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ സിറ്റ് ഔട്ടുകളിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വെക്കുക. അപ്പോൾ നേരെ വെയിലടിച്ച് കഴിഞ്ഞാൽ ഇല കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ടാവും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.